ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് കറിയാണ്. ഒരു നാടൻ കേരള സ്റ്റൈൽ ബീഫ് കറി. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ബീഫ് 1600 ഗ്രാം വെയിറ്റ് ഉണ്ട്. ആദ്യം ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ട് നമ്മൾക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. 1 കപ്പ് തേങ്ങാക്കൊത്ത് ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണ് എല്ലാ പ്രിപ്പറേഷനും ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് നല്ലവണ്ണം ചുവക്കെ വാർത്തെടുക്കാം. മീഡിയം ഫയറിലിട്ട് നമുക്കിത് പതുക്കെ വറുത്തെടുക്കാം. ഒരു പിടി കറിവേപ്പില കൂടി ഇന്നും കൂടി ഇട്ട് ഒരു ഫ്ലേവറിനായിട്ട് നമുക്ക് നല്ലവണ്ണം വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ ചുമന്ന് വരുമ്പോൾ നമുക്ക് 1 കപ്പ് ചുവന്നുള്ളി അരിഞ്ഞതിടാം. അതിൻ്റെ കൂടെ 2 സവാളയും നീളത്തിലരിഞ്ഞത് ഇടാം. ഇത് നല്ലവണ്ണം വഴറ്റും. സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്കൊരു ടീസ്പൂൺ ഉപ്പിടാം. ഇപ്പോൾ ഉള്ളിയെല്ലാം വഴന്ന് കഴിഞ്ഞല്ലോ, നമുക്ക് ജിഞ്ചർ ഗാർലിക് ഇടാം. ക്രഷ്ഡ് ജിഞ്ചർ ഗാർലിക് ഇതൊരു 5 ടീസ്പൂൺ ഉണ്ട്. അത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഗാർലിക്കിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഒരു ടൊമാറ്റോ കൊത്തിയരിഞ്ഞ് നമുക്ക് ഇടാം. അത് നല്ലപോലെ വഴറ്റി സോഫ്റ്റ് ആകുന്നിടം വരെ വഴറ്റും. ടൊമാറ്റോ പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി നമുക്കത് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് വേവിക്കാം. അപ്പോൾ അത് സോഫ്റ്റായി വരും. ഇതിൻ്റെ പുറകെ നമുക്ക് സ്പൈസ് പൗഡേഴ്സ് ഓരോന്നായിട്ട് വഴറ്റാം. മഞ്ഞൾപ്പൊടി ആദ്യം ഇടുക, 1/2 ടീസ്പൂൺ. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ കൊറിയാൻഡർ പൗഡർ ഇടാം, മല്ലിപ്പൊടി. ഇതിൻ്റെ കൂടെ മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ, 2-3 ടേബിൾ സ്പൂൺ വെച്ച്. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരുവിധം വഴണ്ട് കഴിയുമ്പോൾ കുരുമുളക് പൊടി ഇതിൻ്റെ പുറകെ ഇടുക, 2 ടീസ്പൂൺ. സ്പൈസ് പൗഡേഴ്സ് എല്ലാം വളരെ കുറഞ്ഞ തീയിൽ വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ. അതിൻ്റെ കരിഞ്ഞു പോകും. അത് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇതിൻ്റെ ഇടയ്ക്ക് എണ്ണ കൂടുതൽ ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം. 1 മിനിറ്റിന് ശേഷം പെരുംജീരകപ്പൊടിയും 2 ടീസ്പൂണും അതുപോലെ തന്നെ ഗരം മസാലയും 2 ടീസ്പൂണും ഇടുക. ഈ മിക്സ്ചർ ഭയങ്കര തിക്കായത് കാരണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസാക്കിയിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കും. അപ്പോൾ മസാലയൊക്കെ നല്ലപോലെ വഴണ്ടല്ലോ. ഇനി നമുക്ക് ബീഫ് ആഡ് ചെയ്യാം. ഒരു പ്രഷർ കുക്കറിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് എടുത്ത് വെക്കുക. അതിൻ്റെ കൂടെ നമ്മൾ വഴറ്റി മസാലയെല്ലാം ചേർത്ത് ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച്, അതായത് ബീഫ് കറി ആയതുകൊണ്ട് കുറച്ച് വെള്ളം വേണ്ടിയുണ്ട്, കുറച്ച് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഓരോ സ്ഥലത്തും കിട്ടുന്ന ബീഫിൻ്റെ കുക്കിംഗ് ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. അതനുസരിച്ച് നിങ്ങൾ കുക്ക് ചെയ്തെടുക്കുക. എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കുക. മസാലയിൽ ഉപ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. ഈ സമയത്ത് കുക്കർ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഞാനിത് 20 മിനിറ്റ് കുക്ക് ചെയ്തു, പിന്നെ 10 മിനിറ്റ്സ് റെസ്റ്റും ചെയ്തു.
അത് കഴിഞ്ഞ് തുറന്നപ്പം ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചാറുമൊക്കെ ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. നമ്മൾ കാശ്മീരി ചില്ലി ആണല്ലോ ഉപയോഗിച്ചത്, അത് കാരണം നല്ല ആവശ്യത്തിന് ഗ്രേവിയൊക്കെ തിക്കാണ്. അടുത്ത സ്റ്റെപ്പ്, നമുക്കിതിന് കടുക് വറുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഉലുവ ഇട്ട് പിന്നെ ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് നമുക്ക് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കാം. ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ നല്ലവണ്ണം വറുത്തെടുക്കുക. അത് കഴിഞ്ഞ് ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. നമുക്ക് പിന്നെ ബീഫ് കറിയിലേക്ക് ഒഴിക്കാം. ലാസ്റ്റിലൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കുക. ഇത് ഒരു നല്ലൊരു ഫ്ലേവർ ബീഫ് കറിക്ക് കൊടുക്കാൻ സഹായിക്കും. എല്ലാം കറിയിലേക്ക് വെച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് അതീവ രുചികരമായ ബീഫ് കറി ഇതാ റെഡി ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. വലിയ കോംപ്ലിക്കേറ്റഡ് റെസിപ്പി ഒന്നുമല്ല, വളരെ സിമ്പിളാണ് ആൻഡ് വെരി ടേസ്റ്റി ആസ് വെൽ. പ്ലീസ് ഡു ട്രൈ ഇറ്റ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.